ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക് ന്യൂസ് പേപ്പർ അനാലിസിസിലോട്ട് കിടക്കാം. വിൽ ബി ലുക്കിംഗ് ഇൻ ടു ദി എക്സ്പ്ലോറിംഗ് ഇന്ത്യസ് പൊട്ടൻഷ്യൽ ഇൻ ദി ആർട്ടിക് റീജിയൻ. ആൻഡ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഒന്ന് നോക്കാം. പ്രിലിംസിൽ നമുക്കറിയാം ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കാണാം ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ആൻഡ് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ട്രേഡ് തന്നെ ഇപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് ഈസ് ഫേസിങ് വെരി അൺസർട്ടനിറ്റി അല്ലേ. അതായത് US അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം US എന്നുള്ളത് ഒരു ഗ്ലോബൽ പവറാണ്. അവരുടെ പല കാര്യങ്ങളും ഗ്ലോബലി എല്ലാ മോസ്റ്റ്ലി കൺട്രീസിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അവരുടെ പോളിസീസും കാര്യങ്ങളും. അത്തരത്തിലുള്ളൊരു പവറാണ് US എന്ന് പറയുന്നത് അല്ലേ. കൺട്രീസൊക്കെ ഇപ്പം മാറി ചിന്തിച്ചു തുടങ്ങി. അവരുടെ ട്രേഡ് സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റിയിട്ട് ഒരു നേഷനിൽ തന്നെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവാതെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ നേഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ തന്നെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവാതെ പല പല സ്ട്രാറ്റജീസ് കൺട്രീസ് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആർട്ടിക്കിൻ്റെ കാര്യം എടുക്കുന്ന ടൈമിൽ നമുക്കറിയാം ആർട്ടിക് എന്ന് പറയുന്നത് വിച്ച് ഈസ് എ സ്റ്റാർക്ക് ഇൻഡിക്കേറ്റർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അവിടുത്തെ ഐസും കാര്യങ്ങളൊക്കെ മെൽറ്റ് ചെയ്ത് തുടങ്ങി. Which is emerging as a zone of geopolitical and commercial significance, with melting ice opening new trade routes and energy prospects. ഇത് ഗ്ലോബൽ സൗത്തിന് തന്നെ ഇറ്റ് ഹോൾഡ്സ് എ വെരി ഫ്യൂച്ചർ എനർജി പൊട്ടൻഷ്യൽ. ഇന്ത്യ മസ്റ്റ് ബാലൻസ് സസ്റ്റൈനബിലിറ്റി വിത്ത് സ്ട്രാറ്റജിക് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആർട്ടിക് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇവിടെ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഈ ഒരു ഐസും കാര്യങ്ങളൊക്കെ അവിടെ മെൽട്ടായിട്ട് ദ ആർട്ടിക് റീജിയൻ ഈസ് റീഡ്രോയിങ് ഗ്ലോബൽ ട്രേഡ് റൂട്ട്സ് ആൻഡ് റീഷേപ്പിംഗ് ദി ബാലൻസ് ഓഫ് പവർ അല്ലേ. അവിടെ ട്രേഡ് റൂട്ടും കാര്യങ്ങളൊക്കെ പോസിബിളായി തുടങ്ങി. അതുകൊണ്ട് അതിലൂടെയുള്ള ഒരുപാട് എക്കണോമിക് ആൻഡ് വേറെ പല കാര്യങ്ങളും കൺട്രീസ് ചിന്തിച്ചു തുടങ്ങി. എസ്പെഷ്യലി റഷ്യയൊക്കെ നമുക്കറിയാം, റഷ്യക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വലിയ കോസ്റ്റ് ലൈനൊക്കെ ഉള്ളത്. ഇവിടെ ഇന്ത്യയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് രണ്ടുപേരെയും അങ്ങനെ പിണക്കാൻ പറ്റില്ല അല്ലേ. ഇതിൽ വെസ്റ്റിലുള്ള ഇൻട്രസ്റ്റും, വെസ്റ്റിൽ പണ്ട് തൊട്ടേ ട്രംപിന് ഈ ഗ്രീൻലാൻഡൊക്കെ ആയിട്ടൊരു ചെറിയൊരു ആൾക്ക് അത് വാങ്ങിക്കണം എന്നുള്ളൊരു മൈൻഡൊക്കെയാണ് ആൾക്ക്. കാരണം അറിയാലോ, ആളൊരു ബിസിനസ് ആണ്. അപ്പോൾ ആൾക്ക് അറിയാം ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു ഹ്യൂജ് എനർജി പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ ആൾക്ക് അറിയാം. വെസ്റ്റിനെ നമുക്ക് പിണക്കാൻ പറ്റില്ല. പിന്നെ റഷ്യയാണ് അവിടെ ഒരു ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈനും കാര്യങ്ങളും, അതേപോലെ തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അടുത്തല്ലേ, അവരുടെ ഒരു പാർട്ടായിട്ട് നമുക്ക് തന്നെ പറയാം. ദർഫോർ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു എക്സാമിൻ മൾട്ടിപ്പിൾ ഡൈമെൻഷൻസ് ഓഫ് ഇന്ത്യസ് ആർട്ടിക്കൽ പോളിസി. The promise and peril of the northern sea route and the diplomatic tightrope India must walk between the West and Russia to safeguard its strategic and commercial interest. നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു പോയിന്റ് നമുക്ക് പറയാം. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദ ആർട്ടിക് ഓപ്പർച്യൂണിറ്റി. കുറച്ചു കാലം മുമ്പ് വരെ ആർട്ടിക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് അത് ഒരിക്കലും അതിൽ കൂടിയുള്ള ഒരു ട്രേഡ് റൂട്ടും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, ഭയങ്കര ഫ്രോസൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ. ആൻഡ് അപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല എന്നാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. നാസയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം 12.2% അത് ഷ്രിങ്ക് ചെയ്യുന്നത്, ആ ഒരു ഐസ് മെൽറ്റ് ചെയ്യുന്നത് സിൻസ് 1981. This ecological concern paradoxically opens up a new commercial opportunity, which is the northern sea route. നമ്മളോട് നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കാർഗോ ട്രാൻസിറ്റ് ടൈമും അതേപോലെ തന്നെ ഫ്രൈറ്റ് കോസ്റ്റൊക്കെ കൺട്രീസിന് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു നോർത്തേൺ സീ റൂട്ട് വഴി വിച്ച് ക്യാൻ റെവല്യൂഷനൈസ് ട്രേഡ് ബൈ ഓഫറിങ് എ സിഗ്നിഫിക്കൻ്റ്ലി ഷോർട്ടർ പാത്ത് ബിറ്റ്വീൻ ദ യൂറോപ്പ് ആൻഡ് ഏഷ്യ അല്ലേ. അപ്പോൾ നമുക്ക് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു വലിയൊരു ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മൾ വേറൊരാളെയും കൂടി നോക്കണം. ചൈനയ്ക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ചൈന അവരുടെ ആ ഒരു ട്രഡീഷണൽ മലാക്ക വഴിയുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവർ മേലക്കൂടെയൊക്കെ പോകാൻ തുടങ്ങും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര വലിയ നല്ലൊരു കാര്യമായിരിക്കില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ത്യ ഈ ഒരു ആർട്ടിക് ഓപ്പർച്യൂണിറ്റി ശരിക്കും യൂസ് ചെയ്യേണ്ടതാണ്. ഇന്ത്യയുടെ ഈ ഒരു ലോങ് ടേം എക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ കാൽക്കുലസ് വിച്ച് ഹാസ് ബിഗൺ ടു ഫാക്ടർ ഇൻ ദ നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൽ പറയാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 41,000 ടണ്ണായിരുന്നു 2010 അവിടുത്തെ ആ ഒരു റൂട്ട് വഴിയുള്ള നമുക്ക്
കിട്ടുന്ന ആ ഒരു ഷിപ്പിംഗ് വോളിയം എന്ന് പറയുന്നത് 41,000 ടൺ ആയിരുന്നു 2010 ആൻഡ് ഇത് 2024 ആയതോടുകൂടി 38 മില്യൺ ടൺസ് ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. സോ ദ അർജൻസി ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് ആർട്ടിക് റെഡി ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഐസ് ക്ലാസ് ഷിപ്സ് ആൻഡ് മെഗാ പോർട്ട് ഈസ് വെരി അപ്പാരന്റ് അല്ലേ. സോ നമ്മൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങി. നമ്മൾ ഇപ്പോൾ നമ്മുടെ 2025-26 ബജറ്റിലെ 3 ബില്യൺ ആണ് മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ബിൽഡിംഗ് ദ ഷിപ്പ് ബിൽഡിംഗ് കപ്പാസിറ്റി നെസസറി ഫോർ ആർട്ടിക് നാവിഗേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇന്ത്യക്ക് ഇപ്പോൾ മാത്രമല്ല, ഇന്ത്യാസ് ഏർലി എൻഗേജ്മെന്റ്സ് ആൻഡ് ഇവോൾവിംഗ് ആർട്ടിക് പോളിസി എന്നുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാനുണ്ട്. ഇന്ത്യയുടെ ഒരു ആർട്ടിക് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് പുതിയതല്ല. So it dates back to its signing of the Svalbard Treaty in SVALBARD Treaty in 1920. So most recently, India has established its Arctic Research Base. Arctic Research Base India recently ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ പേര് ഹിമാദ്രി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ദ ഫ്യൂ ഡെവലപ്പിംഗ് നേഷൻസ് വിത്ത് എ ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ റീജിയൻ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മളൊരു എക്കണോമിക് പെർസ്പെക്റ്റീവിലൂടെ മാത്രമല്ലാതെ ഈ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക് റിസർച്ച് ബേസ് ഹിമാദ്രി എന്ന പേരിൽ നമ്മൾ ആർട്ടിക്കിൾ തുടങ്ങുന്ന ടൈമിൽ ഇന്ത്യയുടെ ഈ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ആർട്ടിക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു ഡൊമസ്റ്റിക് ഫിനോമിനയിൽ അതിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റ്, അതായത് മൺസൂൺ പാറ്റേൺസിലും അതേപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിലും ആൻഡ് അണ്ടർസ്കോറിങ് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് അല്ലേ. നമ്മൾ പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഈ ഒരു മേജർ ഫാക്ടർ. ഈ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ലോകത്തിന് തന്നെ തുറന്നു കൊടുക്കുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ്. അതൊരിക്കലും നല്ല കാര്യമല്ല. അത് ഇത്രത്തോളം ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ. സോ ഏറ്റവും ബെസ്റ്റായിട്ട് നല്ലൊരു സസ്റ്റൈനബിൾ വേയിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ ആർട്ടിക് പോളിസി റിലീസ്ഡ് ഇൻ 2022 sets a framework for India's engagement, but its execution remains a work in progress. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ആർട്ടിക് ഗവർണൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡിയാണ് ആർട്ടിക് കൗൺസിൽ അല്ലേ. നമുക്ക് കേട്ടിട്ടുണ്ടാവും ആർട്ടിക് കൗൺസിൽ. സോ നമ്മൾ ഇന്ത്യ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറേ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ഒക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ആക്ഷനബിൾ സ്ട്രാറ്റജീസും അതേപോലെ തന്നെ വേറെ പല കൺട്രീസുമായിട്ടുള്ള നല്ലൊരു പാർട്ട്ണർഷിപ്പും അതേപോലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് ഒരു ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പ്രസൻസ് അവിടെ കൂട്ടുക എന്നുള്ളതാണ്. ഈ ഒരു ആർട്ടിക് ഗവർണൻസ് സ്ട്രക്ചറിൽ, ആർട്ടിക് കൗൺസിലിലൊക്കെ ഇന്ത്യയുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് പ്രസൻസ് നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ദ അപ്കമിങ് ആർട്ടിക്കൽ സർക്കിൾ ഇന്ത്യ ഫോറം ഇൻ ന്യൂഡൽഹിയിലെ മെയ്യില് 2025 മെയ്യില് ആർട്ടിക് സർക്കിൾ ഇന്ത്യ ഫോറം വരുന്നുണ്ട്. ഓഫേഴ്സ് എ ടൈംലി ഓപ്പർച്യൂണിറ്റി ടു കാറ്റലൈസ് ദിസ് പോളിസി ട്രാൻസിഷൻ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ബാലൻസിങ് ആണ്. സോ റഷ്യ, ചൈന ആൻഡ് ദ വെസ്റ്റ്, ഇവർ മൂന്നുപേരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇന്ത്യ എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു ആർട്ടിക് ജിയോ പൊളിറ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ ഡൈമെൻഷൻസ് ഇതിനെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓഫൺ വെരി കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ്. ഓൺ വൺ ഹാൻഡ് റഷ്യ എന്ന് പറയുന്നതാണ്, റഷ്യക്കാണ് ഇവിടെ ഒരു വളരെ എക്സ്പാൻസീവ് ആയിട്ടുള്ളൊരു ആർട്ടിക് കോസ്റ്റ് ലൈൻ ഉള്ളത്. ആൻഡ് വിച്ച് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എ നാച്ചുറൽ പാർട്ട്ണർ. സോ നമ്മളിപ്പോൾ തന്നെ ബയലാറ്ററൽ ഡിസ്കഷൻസ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഹാവ് ഓൾറെഡി ലെറ്റ് ദ ഫോർമേഷൻ ഓഫ് എ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ദ നോർത്തേൺ സീ റൂട്ട് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ദ ചെന്നൈ വ്ലാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. So these development align with India's pragmatic approach to building alternate trade corridors. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏഷ്യ യൂറോപ്പ് ഈ ഒരു ട്രേഡ് റൂട്ട് അവരുടെ ആ ഒരു സമയം തന്നെ നമുക്ക് കുറഞ്ഞു കിട്ടും അല്ലേ. വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഷിപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും, എക്സ്പെൻസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഹവർ ഇന്ത്യാസ് ആർട്ടിക് അലൈൻമെന്റ് വിത്ത് റഷ്യ ഓൾസോ പ്ലേസസ് ഇറ്റ് അഡ്ജസൻറ്റ് ടു ചൈനാസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ചൈനയുടെ പോളാർ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പരിപാടി ഉണ്ട്. അവർ അതിൽ കൂടെ നമുക്കറിയാം ചൈനയും റഷ്യയും തമ്മിൽ അത്ര വലിയ അല്ല, അവർ അത്യാവശ്യം നല്ല ടേംസിൽ തന്നെയാണ്, അത്യാവശ്യമല്ല നല്ല ടേംസിൽ തന്നെയാണ്. അപ്പോൾ ചൈനയുടെ ഈ ഒരു പോളാർ സിൽക്ക് റോഡ് എന്ന് പറയുന്നത് ഈ നോർത്തേൺ സീ വഴി പോകുന്ന അവരുടെ ആ ഒരു
trade route ആണ്. So which is an extension of its Belt and Road Initiative aimed at circumventing traditional maritime choke points like the Malacca Strait. മലാക്ക സ്ട്രൈറ്റ് നമുക്കറിയാലോ. മലാക്ക സ്ട്രൈറ്റിൽ നമ്മൾ ചൈനയെ പൂട്ടാൻ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു മലാക്ക സ്ട്രൈറ്റിൽ നമുക്ക് അത്യാവശ്യം പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ചൈന പക്ഷെ അങ്ങനെയല്ല. ചൈന ഇപ്പോൾ ചൈനയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷണൽ റൂട്ടൊക്കെ അവർക്ക് ഭയങ്കര ചിലവാണ്. ഈ മലാക്ക സ്ട്രൈറ്റ് വഴി ഇങ്ങനെ ചുറ്റി പോകണം. ഇതാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ആ വഴി പോകാൻ പറ്റും. സോ അത് നമുക്ക് ഭയങ്കര ഒരു കൺസേൺ ആണ്. Okay, so by strengthening the NSR ties, India could unintentionally legitimize China's polar ambitions, a move that may not sit well with India's strategic planners, particularly given the adversarial bilateral dynamics between the two Asian chains. So, conversely, aligning too closely with the Western Bloc, particularly the US, risks alienating Russia and forfeiting access to Arctic resources largely under Russia control. അപ്പോൾ നമുക്കിതിൽ യു എസിൻ്റെ ഒരു റോൾ, നമുക്ക് വെസ്റ്റേൺ ബ്ലോക്കിൻ്റെ ഒരു റോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് യു എസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു എസുമായിട്ട് ഒരുപാട് അലൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വലിയൊരു അടിയായിരിക്കും തരാൻ പോകുന്നത്. ബിക്കോസ് റഷ്യക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പവറും അവരുടെ കയ്യിലാണ് ഈ ഒരു റിസോഴ്സസ് ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു ആക്സസ്, ഈ ഒരു ആർട്ടിക് റിസോഴ്സസിലേക്കുള്ള ആക്സസ് റഷ്യയുടെ അണ്ടറിലാണ് ഉള്ളത്. ദേ ഹാവ് എ വെരി ഹ്യൂജ് കൺട്രോൾ ഓവർ ദാറ്റ് റിസോഴ്സ്. സോ നമുക്കറിയാമല്ലോ, യു എസും റഷ്യയും തമ്മിൽ അത്ര വലിയൊരു ടേംസിലല്ല. പക്ഷേ ഇവരിങ്ങനെ ഇപ്പം നമ്മൾ ഒരുപാട് വെസ്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് റഷ്യക്ക് വലിയ സുഖം ഉണ്ടാവില്ല. സോ അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ദസ് ഇന്ത്യസ് ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വിച്ച് ലൈസ് ഇൻ ബാലൻസിങ് ബോത്ത് എൻഡ്സ് ഓഫ് ദി സ്പെക്ട്രം, കൊളാബറേറ്റിംഗ് വിത്ത് ലൈക്ക് മൈൻഡഡ് നേഷൻസ് സച്ച് ആസ് ഈ ഒരു ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ ആയിട്ട്, അതൊരു തേർഡ് പാത്തായിട്ട് നമുക്ക് എടുക്കാം. ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ നമ്മൾ കൊളാബറേറ്റൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. Okay, so all three nations share mutual apprehensions regarding China's Arctic advances and could collectively push for a more inclusive and equitable Arctic Council. അപ്പോൾ ഈ ഒരു 3 നേഷൻസും അവരുടെ കൺസേൺ നമുക്കറിയാം. ചൈന അങ്ങനെ ആർട്ടിക്കിൽ അവർ അത്രയും അഡ്വാൻസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു നമ്മൾ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ജപ്പാനാണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും നമുക്ക് ആ ഒരു കൺസേൺ നമുക്കുണ്ട്. സോ നമ്മളത് മൈൻഡിൽ വെച്ചിട്ട് നന്നായിട്ട് കൊളാബൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ചൈനയുടെ ഈ ഒരു പവർ നമുക്ക് തടുക്കാനും കഴിയും. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇന്ത്യയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഇന്ത്യയുടെ ഈ ഒരു ആർട്ടിക് അംബീഷൻസിൽ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങൾ നോക്കാനുണ്ടല്ലേ. ഒരു ഡിപ്ലോമസി ഇൻട്രസ്റ്റ്, അല്ല ആദ്യം കൊമേഴ്സ് ആണ് നമ്മുടെ ഒരു എക്കണോമിക്ക് അതെങ്ങനെ യൂസ് ആവുന്നുള്ളതാണ്. പിന്നീട് ക്ലൈമറ്റ് ആണ് അല്ലേ. സംഭവം ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസൊക്കെ മെൽറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അതിൽ കൂടെ ഒക്കെ പോകാനുള്ള ഈ ഒരു വഴിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതൊരിക്കലും നല്ലതല്ല അല്ലേ. സീ ലെവലൊക്കെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആൻഡ് പിന്നെ ഡിപ്ലോമസി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ എല്ലാവരുമായിട്ടും ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. സോ ദി NSR എന്ന് പറയുന്നത് നമുക്കറിയാം, നോർത്തേൺ സീ റൂട്ട് എന്ന് പറയുന്നത് ഓഫേഴ്സ് ഇമ്മൻസ് കൊമേഴ്ഷ്യൽ പ്രോമിസ് അല്ല, ബട്ട് ഇറ്റ് ഓൾസോ ഡിമാൻഡ്സ് ടെക്നോളജിക്കൽ റെഡിനെസ് ആൻഡ് സ്ട്രാറ്റജിക് ഫോർസൈറ്റ്. സോ നമുക്കറിയാം 1.5 ഡിഗ്രി വാർമിംഗ് ത്രഷോൾഡാണ്. വിത്ത് പ്ലാനറ്റ് ബ്രീച്ചിങ് ദ 1.5 ഡിഗ്രി വാർമിംഗ് ത്രഷോൾഡ്, ഇന്ത്യയുടെ ഈ ഒരു ആർട്ടിക് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ബോത്ത് വിത്ത് കോഷൻ ആൻഡ് അംബീഷൻ എന്നുള്ളതാണ്. അംബീഷൻ നമുക്കറിയാം, അത് നമുക്ക് നല്ല എക്കണോമിക് ആണെങ്കിലും അതേപോലെ തന്നെ വേറെ ഒരു ഡിപ്ലോമസി പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിലും നല്ലതാണ്, ഒരു അംബീഷ്യസ് ഗോളാണ്. പക്ഷെ അതേപോലെ തന്നെ ഒരു ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചും കൂടി കോഷൻഡായിട്ട് കാണേണ്ടതാണ്. സോ ടു ലീഡ് റെസ്പോൺസിബിളി ഇന്ത്യ ഷുഡ് എസ്റ്റാബ്ലിഷ് മൾട്ടിലാറ്ററൽ ഡയലോഗ്സ്. ഇന്ത്യ കുറച്ചും കൂടി ആർട്ടിക്കുലേറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഗ്ലോബൽ സ്റ്റേജിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പോളാർ അംബാസഡറിനൊക്കെ വെക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഒരു ന്യൂസിൻ്റെ ടോട്ടൽ ഓവറോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു ന്യൂസുമായിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.